ഹായ് ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോട്ടക്ക അൽമാസ് ഹോസ്പിറ്റലിലാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവും, ചുട്ടിനും കൊണ്ട് വന്നതാണ്. അപ്പം ഇപ്പോൾ അൽഹംദുലില്ലാ ഇന്നലെ തൊട്ട് ഓള് ഹാപ്പിയാണ്, ഞാൻ റാഹത്താണ്. അപ്പോൾ ഇന്നലെ വൈകുന്നേരം പോയി. ഇപ്പോഴുള്ള ഞാനും മൂത്ത മോനും മനൂട്ടനും വന്നിട്ട് ഞങ്ങൾ രണ്ടാളും അച്ചുട്ടിയും കൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ രാവിലെ ഓള് എണീറ്റ് ഒക്കെ കഴിഞ്ഞ് അപ്പം ഇപ്പോൾ നല്ല സുഖമായിട്ടുണ്ട്, റാഹത്തായിട്ടുണ്ട് അൽഹംദുലില്ലാ. ഇപ്പോൾ ഓക്കെയാണ് ആള്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനൊരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇപ്പോൾ ഞാനും ഹാപ്പി ആയിക്കണ്. അപ്പോൾ ഞങ്ങൾ രാവിലെ ചായക്കടിയൊക്കെ വാങ്ങാനായിട്ട് ക്യാൻറ്റീനിലേക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം രാവിലെ നമുക്ക് വെള്ളപ്പം മതി എന്ന് പറഞ്ഞത്, അപ്പോൾ വെള്ളപ്പമൊക്കെ വാങ്ങാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കാം ക്യാൻറ്റീനിക്കൊക്കെ വരി. അപ്പോൾ രാവിലെ ചായക്കടിയൊക്കെ വാങ്ങാനായിട്ട് ഹോട്ടൽ ക്യാൻറ്റീനിക്ക് പോകണം കേട്ടോ. ഇവിടുത്തെ ക്യാൻറ്റീനാണ് ഗൈസ്. ആളുകളൊക്കെ തിരക്ക് കൂടണേ ഉള്ളൂ. നിങ്ങൾ 84 കേട്ടോ. ക്യാൻറ്റീനിക്ക് വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ പൊറോട്ടയും പിന്നെ മുട്ടക്കറി വാങ്ങിയത്, പിന്നെ അച്ചുട്ടിക്കൊരു വെള്ളപ്പം വാങ്ങി, പിന്നെ 3 ചായയും വാങ്ങിയിട്ട് ഞങ്ങൾ 3 ആളുള്ളത്. അപ്പോൾ 3 ആൾക്കും ചായ വാങ്ങി. അപ്പോൾ ഇങ്ങനെ മടങ്ങി പോകണം കേട്ടോ. അപ്പോൾ നമ്മൾ പാർസലാകുമ്പോൾ കുറച്ച് മുന്നേ ടോക്കണൊക്കെ എടുത്ത് ചെയ്യണം. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ കുറവാണെന്ന് കേട്ടോ. ഇത് വരുന്ന തുടങ്ങുള്ളൂ, ഒക്കെ പാർസലാണ്. അപ്പോൾ ഇതാണ് അൽമാസിൻ്റെ ക്യാൻറ്റീൻ കേട്ടോ അല്ലേ. അപ്പോൾ ഇനി റൂമിലേക്ക് പോവുകയാണ്. അച്ചുട്ടി ഇപ്പോൾ ഹാപ്പി ആയിക്കണം കേട്ടോ. മരുന്നൊക്കെ കൊടുത്ത് സിസ്റ്ററൊക്കെ വന്ന് പോയിട്ടുണ്ട്. അപ്പം എന്നുള്ള പോരലോണ്ട് തന്നെ ചായപ്പൊടിയും പഞ്ചസാരയും ഒന്നും എടുത്തിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം നമുക്ക് ചായപ്പൊടിയും പഞ്ചസാരയും ചുടുവെള്ളവും ഒരു ഫ്ലാസ്കും കൊണ്ടാക്കിയാൽ മതി. അപ്പോൾ കൊണ്ടുവന്നില്ല. ഇന്ന് ഇനി പെരീക്ക് പോയിട്ട് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ കൊണ്ടുവരണം. ഫ്ലാസ്കൊക്കെ കൊണ്ടുവന്നാൽ ചുടുവെള്ളം കൊണ്ടുവന്നാൽ നമുക്ക് ആവശ്യത്തിന് നമുക്ക് തന്നെ റെഡിയാക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ ഇത് പെട്ടെന്നുള്ള പോരലായതുകൊണ്ട് തന്നെ ഒന്നും കരുതാതെ പോകുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്നത്. അപ്പോൾ ഇതാ എല്ലാവരും ക്യാൻറ്റീനിലേക്ക് പോണ തിരക്കാണ് കേട്ടോ. ഞങ്ങൾ പഴയ ഫ്ലോറിലാണ്, പഴയ ബിൽഡിങ്ങിലാണുള്ളത്. ഇത് അൽമാസിൻ്റെ പഴയ ബിൽഡിങ്ങാണ് കേട്ടോ. ഇതിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്. സെക്കൻഡ് ബിൽഡിങ് അപ്പുറത്തായിട്ട് വരും കേട്ടോ. അപ്പോൾ ക്യാൻറ്റീന് വരുന്നത് ഇതാ അതിൻ്റെ ഫ്രണ്ട് സൈഡ് ഭാഗത്തായിട്ടാണ് ക്യാൻറ്റീന് വരുന്നത്. എല്ലാവരും ചോദിച്ചിരുന്നു അച്ചുട്ടിക്ക് എങ്ങനെയുണ്ട്. ഞാൻ ആദ്യമൊന്നും വീഡിയോ ഇടാൻ പറഞ്ഞത് ഒരു പറഞ്ഞില്ല, ആകെ ടെൻഷനൊക്കെ പിടിച്ച് നടക്കായിരുന്നു. അപ്പോൾ ഇന്നലെ തൊട്ട് റാഹത്ത് അയക്കണ്, മൈൻഡ് ക്ലിയർ അയക്കണ്. അപ്പോൾ ഓളോ അച്ചുട്ടി ഓക്കെ അയക്കണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു രാവിലത്തെ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ടത് കേട്ടോ. അപ്പോൾ മക്കൾ ഹാപ്പി ആയ പിന്നെ നമ്മളും പൊതുവേ ഹാപ്പി ആവുമല്ലോ. പിന്നെ കുറേ ആൾക്കാർ ചോദിച്ചിരുന്നു എന്തായി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓരോ പോസ്റ്റ് ഇട്ടിട്ട് വിവരങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിച്ചവർക്കൊക്കെ ഒരുപാട് നന്ദിട്ടാ. കുട്ടികൾക്കായിട്ട് പ്രത്യേക സെക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഞങ്ങളെ റൂമുള്ളത്. പ്ലേറ്റൊക്കെ ഇന്നലെ പോയിട്ട് പെരിയിൽ പോയി കൊണ്ടുവന്നിരുന്നു കേട്ടോ. കുറച്ച് പ്ലേറ്റും ഗ്ലാസും കയ്യിലൊക്കെ. അപ്പം അതുകൊണ്ട് ഒക്കെ വെച്ചാളാ പിന്നെ എടുക്കാം കാര്യം.
അച്ചുട്ടിക്ക് ഇതാ വെള്ളപ്പം വാങ്ങിയത്, പിന്നെ ഇതാ പൊറാട്ടയും, പിന്നെ അവിടെ ഇരിക്ക് മുട്ടക്കറിയും വാങ്ങി. പിന്നെ ചായ ഒരു പാർസൽ ഇങ്ങനെ തന്നു കേട്ടോ. പാത്രങ്ങളൊന്നും കൊണ്ടുവരാത്തതുകൊണ്ട് ഇന്ന് പോയിട്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കൊണ്ടുവരണം. അങ്ങനെ ചായക്കടിയൊക്കെ കുടിച്ച് കഴിഞ്ഞ് അവളവിടെ കുറച്ച് നേരം അവിടെ കാക്കാൻ്റെ കൂടെ ഫോണും കൊണ്ടിരിക്കണം കേട്ടോ. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം. ഓക്കെ, ബൈ, താങ്ക് യു.